പത്രത്തിലൊക്കെ വന്നത്. എനിക്ക് നിങ്ങൾക്ക് ഇവിടെ പുസ്തകം കിട്ടും, സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന പേരിൽ ഞാൻ എഴുതിയത്. കാരണം എനിക്കിപ്പോ അതല്ലേ സാധിക്കുള്ളൂ. സംഘടനാ സംവിധാനം മുഴുവൻ അവരെ കയ്യിലാണ്. അവർ പത്രങ്ങൾക്ക് കൊടുത്ത വാർത്തയിലുള്ളത് എന്താ? മാധ്യമം ദിനപത്രത്തിൽ 2011 മാർച്ച് 1 പുറത്തിറക്കിയ വാർത്ത എന്താ? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബഹുദൈവ ആരാധന ശിർക്ക് അല്ലെന്ന വാദമാണ് സക്കരിയ സലാഹിക്കെതിരെ നടപടിക്ക് വഴിവെച്ചത്. കണ്ടോ? അതിന് വ്യത്യാസം മാതൃഭൂമി വന്നെന്താന്നറിയോ? ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടൽ ശിർക്കാണെന്ന വാദം അംഗീകരിക്കുന്നതായി കാണിച്ചു ഒപ്പിടാൻ സലാഹി വിസമ്മതിച്ചതാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണം. അപ്പൊ അവരെന്നെ പുറത്താക്കിക്കോട്ടെ. ലെറ്റർ പാഡും സീലും അവരെ കയ്യിൽ അധികാരം വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്തു. ആയിക്കോട്ടെ, ഞാനത് അംഗീകരിക്കുന്നു, ഞാൻ പുറത്തു നിൽക്കാം. പക്ഷെ എന്നെ മുശ്രിക്കാന്ന് ചിത്രീകരിച്ചു, ശിർക്കിന്റേക്ക് പോയി എന്ന് പത്രങ്ങളിൽ കൊടുത്തു. സാധാരണക്കാർ മുഴുവൻ വായിച്ചു. മുജാഹിദുകൾ മാത്രമല്ല, മുസ്ലിങ്ങളൊക്കെ വായിച്ചു. ഞാൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന അപ്പൊ ആളുകൾ ചിന്തിക്കണത്. കാരണം മുശ്രിക്കിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടല്ലോ. ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് ഇവിടുത്തെ ഖുബൂരികൾക്ക് ഒരു വാദമല്ല. അവിടേക്ക് ഞാൻ എത്തി എന്നാ പറയണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇവിടെ ക്ലിപ്പുകൾ കാണിക്കുന്നുണ്ട്. TP വരെ ഒരു കൊല്ലം മുമ്പ് CD ടവറിലെ പേജ് വിശദീകരണത്തിൽ പറയാണ്, അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാമോ വേണ്ടേ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ തർക്കമുണ്ടായി എന്നാണ് വളരെ പച്ചയായി TP അബ്ദുൽ ഖാദിർ മദനി വരെ പ്രഖ്യാപിക്കുന്നത്. എന്തിനായിരുന്നു അത്? സുഹൃത്തുക്കളെ, പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല. എന്റെ ആദർശം ഞാൻ പത്രങ്ങളിലോട് പറഞ്ഞു. എനിക്കങ്ങനെ വാദമില്ല. ജിന്നിനോടോ മലക്കിനോടോ അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല. ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവിൽ പെട്ടതെന്നോ കഴിവിൽ പെടാത്തതെന്നോ ഒരു കാര്യവും അല്ലാഹുവല്ലാത്ത ആരോടും ചോദിക്കാൻ പാടില്ല. അതാണ് എന്റെ ആദർശം. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ്. പുഴയിൽ വെച്ചും കരയിൽ വെച്ചും കടലിൽ വെച്ചും കാറ്റിൽ വെച്ചും നാട്ടിൽ വെച്ചും വീട്ടിൽ വെച്ചും ജനപ്രദേശത്തും വിജനപ്രദേശം എല്ലായിടത്തും അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും ഇസ്തിഗാസ നടത്താനും പാടുള്ളൂ. ഇതാണ് എന്റെ ആദർശമെന്ന് ഞാൻ മൈക്ക് കെട്ടി പറയുന്നു, പത്രങ്ങളിൽ കൊടുക്കുന്നു, ലഘുലേഖ ഇറക്കുന്നു. എന്നിട്ടും പറയായല്ല നീ ശിർക്കന്നെ, നീ ശിർക്കിന്റെ ആളല്ലേ. എന്തിനാ? അണികളെ പിടിച്ചു നിർത്താൻ. മുജാഹിദ് പ്രസ്ഥാനത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ പിന്നിൽ നിന്നോളൂ, അല്ലെങ്കിൽ ഇതാ തൗഹീദ് തകർന്ന് തരിപ്പണമായി ശിർക്കിലേക്ക് എത്തുകയാണ്. അങ്ങനെ സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി 2011 മുതൽ ഇറക്കിയതാണ് വാസ്തവത്തിൽ ഇപ്പോഴുള്ള ആരോപണം. ഇവിടെ 23 നടപടിക്രമങ്ങൾ. ഇപ്പൊ നടപടിക്രമം വായിക്കുന്നില്ല, പ്രസംഗിക്കുന്നുള്ളൂ. വായിച്ചാൽ ഓരോന്നും ആളുകൾ കേൾക്കുമല്ലോ. എന്താ നടന്നത്? ഞാന് എക്സിക്യൂട്ടീവ് നടക്കുന്ന അന്ന് കത്ത് കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾ എനിക്ക് തന്ന നിബന്ധനകളിൽ എനിക്ക് ഒപ്പിടാൻ സാധിക്കാത്തത് എനിക്കില്ലാത്ത ചില വാദങ്ങൾ അതിലുള്ളത് കൊണ്ടാണ്. കാരണം നിബന്ധനകളിൽ പറഞ്ഞിരിക്കുകയാണ്, KK സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും അത് പ്രസംഗിക്കുകയും വേണം. അതിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ എന്തായി? പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങിയാണ്. മുമ്പ് എനിക്ക് അങ്ങനെ വാദം ഉണ്ടായിരുന്നു. ഇപ്പൊ സംഘടനയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി ഞാൻ അതിന് തൗബ ചെയ്തതാണ്. ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. പിന്നെ അടുത്ത കടലാസ് KK സക്കരിയ സലാഹി KN മുമ്പാകെ ബോധിപ്പിക്കുന്നത് അതിലുള്ള എന്താ? ജിന്നുകളോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ മുതലായ വിഷയങ്ങളിൽ എന്റെ സംസാരത്തിലും എന്റെ എഴുത്തിലും വന്നിട്ടുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അതിൽ മുജാഹിദ് പ്രവർത്തകർക്കുണ്ടായ ആശയക്കുഴപ്പത്തിൽ ഞാൻ വ്യസനിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയണതായിട്ട് അവർ പറയാ ഒപ്പിട്. എനിക്ക് ഒപ്പിടാൻ പറ്റുമോ? എനിക്കങ്ങനെ പ്രമാണവിരുദ്ധമായി എന്ത് വാദമുള്ളത് ആദ്യം എന്നെ പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തരണ്ടേ? എന്നാലല്ലേ എനിക്ക് ഖേദിക്കാൻ പറ്റുള്ളൂ. തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഇവരെന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ട് സാങ്കല്പിക വാദങ്ങളുടെ പേരിൽ എനിക്ക് ഒപ്പിടാൻ പറ്റുമോ? അപ്പൊ ഞാൻ എക്സിക്യൂട്ടീവ് നടക്കുന്നതിന്റെ അന്ന് റമദാനിൽ അത് പറഞ്ഞത്. റമദാൻ കഴിഞ്ഞ് 6 നോമ്പിന്റെ അന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് ഞാൻ പോയിട്ട് കത്ത് കൊടുത്തു. എനിക്കങ്ങനെ ഇല്ലാത്ത വാദം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒപ്പിടുന്നത്. അത് ഒഴിവാക്കി തന്നാൽ ഞാൻ ഒപ്പിടാൻ റെഡിയാണ്. പക്ഷെ അതവിടെ വായിക്കുക പോലും ചെയ്യാതെ അബ്ദുറഹ്മാൻ സലഫി തയ്യാറാക്കി കൊണ്ടുവന്ന കുറ്റപത്രം വായിച്ച് അതിനെ പുറത്താക്കി. എന്നാ പുറത്താക്കിയ വിവരം എന്നെ അറിയിക്കണ്ടേ? അറിയിച്ചില്ല. കാരണം എന്താ? ഭരണസമിതി തീരുമാനത്തിനെതിരെ ഞാൻ കൗൺസിൽ അപ്പീൽ കൊടുക്കുക എനിക്ക്. അപ്പൊ കൗൺസിൽ അടുത്ത ആഴ്ച എന്നെ കൗൺസിൽ വിളിച്ചു, എന്നെ അറിയിച്ചില്ല. അപ്പൊ കൗൺസിൽ നടക്കുന്നു ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെയും കൊണ്ടുപോയി കത്ത് കൊടുത്തു. AP കത്ത് കൊടുത്തു, കോപ്പി കൗൺസിലർമാർക്കും കൊടുത്തു. ഇതാ ഒരുപാട് അനീതിയും അക്രമവും എന്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ പേരിൽ ആരോപിക്കുന്നുണ്ട്. സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്നെ കുറിച്ച് ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു.
പക്ഷേ അതും പരിഗണിച്ച് ആ കത്തോടെ വായിച്ചില്ല. 1.5 മണിക്കൂർ എനിക്കെതിരിലുള്ള 23 നടപടിക്രമങ്ങൾ യഥാർത്ഥത്തിൽ എനിക്കെതിരുള്ളതല്ലാതെ 2002 മുതൽ ഉസൈമടവൂരും കൂട്ടരും പുറത്തുപോയ അന്ന് മുതൽ ജിന്ന് പിശാച് സിഹിർ വിഷയത്തിൽ അവരുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ തീർക്കാൻ KNM എടുത്തിട്ടുള്ള നടപടികളാണ്. അത് എനിക്ക് മാത്രം ബാധകമല്ലല്ലോ, അല്ലല്ലോ, എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ എനിക്കതിലുള്ള കുറ്റപത്രം ഇവരിങ്ങനെ വായിച്ച് വിശദീകരിക്കല്ലാതെ ഇതുവരെയും എനിക്കതിന്റെ കോപ്പി തന്നിട്ടില്ല. സാധാരണ ഏത് കോടതിയിലുണ്ടാവും, കുറ്റപത്രം വായിച്ച് പ്രതിയെ കേൾപ്പിക്കും, എന്നിട്ട് ചോദിക്കും പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും, എന്നിട്ടാ ശിക്ഷ വിധിക്കല്, അല്ലേ? അതുണ്ടായിട്ടില്ല. എനിക്കിതുവരെയും കുറ്റപത്രം കിട്ടിയിട്ടില്ല. അനസും മനീഫിയും അദ്രഹ്മാൻ സലഫിയും എന്നീൻകുട്ടി മൗലവിയും ഒക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഇയാൾ എഴുതി തയ്യാറാക്കി 23 ഇങ്ങനെ വായിച്ചുകൊടുക്കുക. അപ്പൊ ആളുകൾ ഇപ്പൊ 23 പിടിച്ചു നിൽക്കുക. എന്റെ 2 കത്തിലും കൂടി 30-ലധികം നടപടിക്രമങ്ങൾ ഞാൻ ചെയ്തതും എന്റെ കാര്യത്തിലുള്ള അനീതികളും ഞാൻ എഴുതിയിട്ടുണ്ട്. ആ 30 വായിക്കുന്നതല്ല, അത് ജനങ്ങൾ വായിക്കാത്തതുകൊണ്ടാണ്. കൂട്ടരെ 30-ൽ പരം കാര്യങ്ങൾ ഇതിലുണ്ട്. അവരെ 23 ഞാനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഏകപക്ഷീയമായി ഞാൻ ചെയ്യാത്ത അറിയാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാണ് 23-ലുള്ളത്. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا واثما مبينا. കണ്ടോ, സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്നവർ, അവർ വ്യക്തമായ കുറ്റവും അപരാധവും വഹിച്ചിരിക്കുകയാണ്, പേറിയിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറയുന്നുണ്ട്. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് 23 നമ്പറിട്ട് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അത് ഓരോന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബാധകമായ ചില കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് KNM ജിന്ന് സിഹിർ വിഷയത്തിൽ പ്രബന്ധം ക്ഷണിച്ചു, അതാണ് ഒരു നമ്പർ. അത് ഞാനിട്ട് എന്താ ബന്ധം? എന്റെ കുറ്റം. അത് പ്രബോധകരെ വിളിച്ചു ഉപദേശിച്ചു, അതെന്റെ കുറ്റാണോ? KNM സർക്കുലർ ഇറക്കി, അതിന്റെ കുറ്റപത്രത്തിൽ ഒരു നമ്പറാ. പൊതുചർച്ചയ്ക്ക് വിഷയമാക്കരുതെന്ന് പറഞ്ഞു, അതാണ് ഒരു നമ്പർ. അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി, അതിനെന്താ എന്റെ കുറ്റം? കരുവും പോയി ലേഖനം, ഇതൊക്കെ ഒരു നമ്പറാ. 23-ൽ ഓരോന്നായി പറയണത്. സുബ്ഹാനല്ലാഹ്, 23 നോക്കുമ്പോ ആളുകൾ വിചാരിക്കും 23 കുറ്റം മൂപ്പര് ചെയ്തു എന്നാ അപ്പം അവിടെ പറഞ്ഞത്, 1ഉം 2ഉം അല്ല. സാധാരണക്കാരൻ പെട്ടെന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുക. പിന്നെ ചില ആളുകൾ പറഞ്ഞത് 23 അവസരം കൊടുത്ത് മൂപ്പർക്ക് തിരുത്താൻ, എന്നിട്ടും വാശി പിടിച്ച് മൂപ്പര് പോതറിപ്പോയതാണ്. അതിന് അവതരിപ്പിക്കും, സക്കരിയ നീ പോകല്ല കേട്ടോ, പോകല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്രഹ്മാൻ സലഫി കരഞ്ഞു പറഞ്ഞു നോക്കീന്നാ. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാ നിങ്ങള്. നല്ല സൂപ്പർ സ്റ്റാർ അഭിനേതാക്കളാ. കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, ചീറേണ്ടടുത്ത് ചീറും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഏത് വേഷം കെട്ടാൻ മടിയില്ല. 23 അവസരം നൽകി തിരുത്താൻ, 23 കുറ്റം ചെയ്തു എന്നൊക്കെ 23ന്റെ കണക്ക് ഇങ്ങനെ പറയും. ഞാൻ കൊടുത്ത 30-ലധികം കാര്യങ്ങളുള്ള എന്റെ 2 കത്തും എക്സിക്യൂട്ടീവിൽ വായിച്ചില്ല, അതുപോലെ തന്നെ ആലോചനാ സഭയിൽ വായിച്ചില്ല. പലരുടെയും കൈ കൊടുത്തു, ഒരാളിൽ മാത്രമല്ല. ഇത് വായിക്കുന്ന ചർച്ച, ആലോചനാ സഭ എന്ന് പറഞ്ഞാൽ തന്നെ ചർച്ച ചെയ്യാനുള്ള സഭ, അത് ഉണ്ടായില്ല. ഇയാൾ എഴുതി കൊണ്ടുവന്നത് ഒറ്റ വായന, 1.5 മണിക്കൂർ വായിച്ചാൽ പാസ്സാക്കി. ഇതിനെപ്പറ്റി ഇവിടെ ഒരു ചർച്ചയില്ല, സർക്കുലർ റൈറ്റിംഗ് കിട്ടും. എന്നാ പിന്നെ സർക്കുലർ അയച്ചു കൊടുത്താൽ ഈ ആളുകൾ കോഴിക്കോട്ടേക്ക് വിളിക്കണോ? അപ്പോ ശൂറ അട്ടിമറിക്കപ്പെട്ടു. ഈ കോക്കസ് പ്രവർത്തനം വന്ന അങ്ങനെയാണ്. CD ടവറിൽ കഴിഞ്ഞ 2011 ജൂണിൽ ഇവർ കൂടിയ ഗ്രൂപ്പ് മീറ്റിംഗിൽ ഹാരിസ് ചേറൂരും KKP അബ്ദുള്ളയും അബ്ദുറഹ്മാൻ സലഫിയും അനസും ഹനീഫി നൂർഷിയും ഒക്കെ കൂടിയ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത്. ആ ഗ്രൂപ്പ് മീറ്റിംഗിലാണ് ജില്ലകൾ തോറും ഇങ്ങനെ ശിർക്കാരോപണ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചത്. അതിന് KJUവിന്റെ അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് CD ടവർ ചർച്ച വെക്കലും അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കലും തൊട്ടടുത്ത ദിവസം തന്നെ KJU മീറ്റിംഗ് കൂടലും എറണാകുളത്തുനിന്ന് തുടങ്ങി 2011 ജൂണിൽ വിശദീകരണം. അതെന്തായി 2011ന്റെ പ്രത്യേകത? 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം ശിർക്കാണെന്ന് പറയുന്നത് എപ്പോഴാ? 2012 ഫെബ്രുവരിയിൽ. 5 കൊല്ലം കഴിഞ്ഞിട്ട്. നോക്കണങ്ങള്, 5 കൊല്ലം ആലോചിക്കണം ഇത് ശിർക്കാണെന്ന് ആലോചിക്കാൻ. അത് പലപ്പോഴും അങ്ങനെയാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാ. 2011 ആഗസ്റ്റിൽ KNM ഇലക്ഷന്റെ വിജ്ഞാപനം വരാൻ പോവാണ്. അപ്പോഴത്തെ വിശദീകരണമാണ് തുടങ്ങി. വിശദീകരണം കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ 2 ശരിയാവും. ആ ജാതിയ വിശദീകരണം. കണ്ണൂർ ജില്ലയിലെ മെമ്പർഷിപ്പ് ഒക്കെ വിതരണം കഴിഞ്ഞു. പക്ഷേ KJU വിശദീകരണം തെരഞ്ഞെടുപ്പ് പ്രചരണം എത്തിയിട്ടില്ല. അപ്പൊ എന്ത്, ഇലക്ഷൻ നീട്ടി. ഒക്ടോബർ 15 ഇലക്ഷൻ, ഒക്ടോബർ 14 കാടളക്കിയ പ്രചരണം നടത്തിയിട്ട് ഒരു KJU വിശദീകരണം. ആ വിശദീകരണം കഴിഞ്ഞ് പോകുമ്പോൾ ജനങ്ങൾ 2 ചേരിയായി. മഹല്ലുകളിലൊക്കെ ഭിന്നിപ്പിച്ചു വരെ
ഏട്ടനെ അനുജനെയും തമ്മിൽ തെറ്റിച്ചു, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു, സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിച്ചു. എല്ലാ പള്ളി കമ്മിറ്റിയിലും 2 ഗ്രൂപ്പായി. ഇന്നിപ്പോ KNM-ന്റെ പ്രവർത്തകർ കണ്ടാൽ പരസ്പരം കുസുകുസു പറയാ എല്ലായിടത്തും. ഇവിടെ എവിടെയൊക്കെ KJU വിശദീകരണം കഴിഞ്ഞോ അവിടെ ആളുകൾ രണ്ട് ചേരും. താല്പര്യപൂർവ്വം ചേരി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അത് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ പേരിൽ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനറിയോ? ഇവർ ചെയ്ത ഈ ചെയ്തികളൊക്കെ മറച്ചു പിടിക്കാനാണ്. പക്ക ഹദീസ് നിഷേധികളാണ് ഇപ്പൊ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലകളിൽ നിന്ന്. അവരെയൊക്കെ പ്രൊട്ടക്ട് അബ്ദുറഹ്മാൻ സലഫിയാണ്. അപ്പൊ അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ ഇവിടെ പുറത്തു വരാൻ പോവാണ്. ആ തോന്നിയാസം പുറത്തു വരാതിരിക്കാനാണ് ശിർക്കാരോപണം. അതിങ്ങനെ പൊലിപ്പിച്ച് നിർത്തി ജിന്നും സീറും ഇങ്ങനെ പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജിന്നും സിഹറും പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കിയ KNM ഇക്കഴിഞ്ഞൊരു കൊല്ലായിട്ട് ജിന്നും സീറും അല്ലാതെ ഒന്നും പറയുന്നില്ല. വളരെ ഗതികേട് നോക്കി, ജിന്നും സീറും പറയാൻ പാടില്ല, ആളുകൾ ആശയക്കുഴപ്പത്തെ ഒന്ന് പറഞ്ഞ കൂട്ടര് അതല്ലാതെ ഒന്നും ഇപ്പൊ പറയുന്നില്ല. 3 വിശദീകരണ യോഗങ്ങൾ ഇപ്പൊ നടത്തി കഴിഞ്ഞു ഈ ശിർക്കാരോപണത്തിന് വേണ്ടിയിട്ട് ഓരോ ജില്ലകളിലും. കണ്ണൂർ ജില്ലയിൽ 3 കഴിഞ്ഞപ്പോ കാസർഗോഡ് 3-4 കഴിഞ്ഞു. ശിർക്കാരോപണ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ തന്നെ ഒരു കൊല്ലത്തേക്ക് പുറത്താക്കിയെന്ന് അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അയാളെ കുറ്റപത്രങ്ങൾ കേട്ടോ? അതെവിടെയില്ല, അത് തൂക്കൊപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. അയാൾ ഇപ്പൊ അടുത്തും കൂടി മാധ്യമത്തിൽ 2 വട്ടം സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ മാധ്യമ പത്രത്തിലേ അല്ലേ സംഘടനയെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് ഇപ്പടുത്ത് വീണ്ടും അയാൾ എഴുതി ചില കുട്ടി മൗലവിമാർക്ക് സംഘടന വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇരുവേറ്റിന്റെ ആ ലേഖനം പല KNM യൂണിറ്റുകാരും നോട്ടീസായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് KNM പുതിയ പാലം യൂണിറ്റ് ഇരുവേറ്റിന്റെ ആ ലേഖനം വേറെ ശൈലി മാറ്റിയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇരുവേറ്റിനെ പറ്റി ഒരു കുറ്റപത്രം അവിടെ ഇല്ല. അയാൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല. കാരണം എന്താ അറിയോ? അയാളെ മനസ്സൊന്നും ഒഴിവാക്കിയിട്ടില്ല. അയാൾ ഇപ്പോഴും കോഴിക്കോട് പള്ളി കുത്തു പറയുന്നുണ്ട് സുഖമായിട്ട്, ഒരു പ്രശ്നമല്ല. അയാൾ ആദർശം അങ്ങനെ തന്നെ സ്വീകരിച്ച KV അബ്ദുൽ ലത്തീഫ് മൗലവിയും അതുപോലെ ഡോക്ടർ മുഹമ്മദിയും ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സീർ വലിക്കൂല എന്ന് വിശ്വസിക്കുന്ന അബ്ദുൽ റസാഖ് ബാക്കി ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ ആരിസ് ചേർ അംഗീകരിക്കോ റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ചത്? എനിക്ക് തോന്നുന്നു ഇവരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ സീറൊന്നും ഉണ്ടായിട്ടില്ലടാ, ചെറിയൊരു തോന്നലുള്ളൂ എന്ന് അബ്ദുറഹ്മാൻ സലഫി കുസുകുസു പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. കാരണം അയാൾക്കുള്ളിൽ അങ്ങനെ വാദമുണ്ട്. മൂസാ നബിക്കുണ്ടായതുപോലെ തോന്നൽ മാത്രമാണ് റസൂലുള്ളാഹിക്കുണ്ടായത്, വസ്വാസാകുന്ന ബാധ അതുണ്ടായിട്ടുള്ളൂ എന്ന് വരുത്തി തീർക്കുണ്ടാവും. അങ്ങനെ ഇവരെ കൊണ്ട് കുസുകുസു പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കണം. അപ്പൊ KJU ആദർശം എന്ന് പറഞ്ഞതെന്തോ അതിന് നേരെ വിപരീതമായതാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ KJU KNM യോഗങ്ങളുടെ ഡേറ്റ് വായിച്ചു അനസ് മുസ്ലിയാർ. ഇയാൾക്ക് എന്തോ അറിയോ? ഇയാള് കുറെ മർക്കസ് പഠിച്ച് പിന്നെ ഇവിടെ ഒന്ന് കുറെ ബയലെറിഞ്ഞായിരുന്നു. ഇവർക്ക് ഇയാൾക്ക് സംഘടന വല്ലതും അറിയോ? കുറെ യോഗത്തിന് ഡേറ്റ് വായിച്ച് അതൊക്കെ എന്നെ തിരുത്താനെന്ന് വരുമോ? പറയുന്നിട്ട് അതാ തോന്നുക. KJU-വിന്റെയും KNM-ന്റെയും ഔദ്യോഗികമായ ബാനറിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടന്ന എത്ര വട്ടമുണ്ടെന്ന് അന്വേഷിക്കട്ടെ. അതുണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ല എന്നതിന് ഈ കുറ്റപത്രം തന്നെ തെളിവാണ്. നിങ്ങൾക്ക് ഒന്നാമത്തത് എന്താണെന്ന് നിങ്ങള് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ പറയാണ്. KNM കഴിഞ്ഞ 6 വർഷത്തിനടുക്കടുത്ത നടപടികളുണ്ട്. ഒന്നാമത്തെ കുറ്റപത്രത്തിൽ ഒന്നാമത്തെന്താ? സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ വിഷയം ജനങ്ങളോട് പറയരുത് എന്ന് സക്കരിയ സലാഹി, ശംസുദ്ദീൻ ബാലത്ത് എന്നിവരെ വിളിച്ചു ഉപദേശിച്ചു. ഞങ്ങളെ മാത്രമല്ല വേറെയും പല ഉപദേശിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അതെന്റെ പേരിൽ ഒരു കുറ്റമായി പറയാണ്. അത് എന്നോട് മാത്രമാണോ പറഞ്ഞത്? അല്ലല്ലോ. KNM സർക്കാർക്ക് എല്ലാ യൂണിറ്റിലുള്ളവരും പറഞ്ഞല്ലത് ഇത് പൊതു ചർച്ചാ വിഷയാക്കരുത്. പിന്നെ അത് എന്റെ മാത്രം കുറ്റപത്രത്തിൽ എന്താ അത്ര പേരിന് ചേർക്കാനുള്ളത്? മാത്രമല്ല, മടവൂരികൾ ഇതുമായി ഇറങ്ങിയപ്പോ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും പ്രസംഗത്തിലൂടെ ഇതിന് മറുപടി പറയാൻ പോണ്ട, ആളുകൾ ചോദിക്കുമ്പോ പറഞ്ഞാളി, പ്രസംഗിച്ച് മറുപടി പറയണ്ട. ശരി, ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. അന്ന് ആ ആശയക്കുഴപ്പം തീർക്കാൻ ഞാനൊരു പുസ്തകം എഴുതി. ജിന്ന് സേവയും പിശാച് ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. AP അബ്ദുൽ ഖാദർ മൊഴി പരിശോധിച്ചു, CP സലീം പരിശോധിച്ചു. എന്നിട്ട് ISM-ന്റെ ചാനൽ ഉപയോഗിച്ച് കേരളം മുഴുവൻ വിതരണം ചെയ്തു. ഒരു വെള്ള പുസ്തകങ്ങളൊക്കെ കയ്യിലൊക്കെ ഉണ്ടാവും, 5 റുപ്യന്റെ. അത് ഞാനാ എഴുതിയത്. ഈ വിഷയത്തിൽ മറ്റു പലരും ഉണ്ടാക്കിയ ആശയക്കുഴപ്പം തീർക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. പക്ഷെ എന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ആളെ ചിത്രീകരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് സാൽവേഷനോടനുബന്ധിച്ച് നമ്മൾ മറുപടി പറയില്ല തീരുമാനിച്ചതാണല്ലോ. അപ്പൊ അവർക്ക് ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാൻ എളുപ്പമുള്ളൂ. മടവൂരികൾ നല്ലോണം പ്രസംഗിച്ച് നാശാക്കി. അപ്പോ ആ സാൽവേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് വായിക്കാൻ ഈ ശംസുദ്ദീൻ പാലക്കോടിന്റെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിക്കൊണ്ട് ജിന്നും സിഹറും മടവൂരികളുടെ ദുഷ്പ്രചരണം 5 രൂപയുടെ വേറൊരു പുസ്തകം ഞാൻ എഴുതി.
അതിനെപ്പറ്റി എ പിയോട് ചോദിച്ചു. എ പി അതിലൊരു കുഴപ്പമില്ല, ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാ. അതുപോലെ മടവൂരികൾ ശിർക്കാരോപണമായി 2002 മടവൂരികൾ പോയ ആ കൊല്ലം തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചന്ദ്രികയിൽ ലേഖനം എഴുതി, തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനതിന് മറുപടി എഴുതി. വീണ്ടും എഴുതി, വീണ്ടും ഞാൻ മറുപടി എഴുതി, വീണ്ടും എഴുതി, വീണ്ടും ഞാൻ മറുപടി എഴുതി ചെന്നപ്പോ ചന്ദ്രിക എടുക്കൂല എന്ന് പറഞ്ഞു. മേച്ചേരി പറഞ്ഞു ഞങ്ങള് വിവാദം ഉദ്ദേശിക്കണില്ല, നാട്ടിൽ തന്നെ വിവാദം കൊടുക്കാതിരിക്കണ്ടേ. എന്നിട്ട് ഞങ്ങൾ ഇസ്ലാഹില ലേഖനം കൊടുത്തു, ചന്ദ്രിക പ്രസിദ്ധീകരിക്കാൻ മടിച്ച ലേഖനം. അപ്പൊ 2002 മുതൽക്ക് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മടവൂരികൾക്കും കുബൂരികൾക്കും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മറുപടി കൊടുക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. ഇവ ആരെങ്കിലും പറഞ്ഞെന്നോ? നിങ്ങൾ ഇങ്ങനെ പറയും മക്കളെ. നിങ്ങൾ നോക്കി, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനടക്ക് നമ്മുടെ പ്രബോധകരും പ്രസംഗകരുമായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് KNMO KJO ഈ വിഷയത്തിൽ മക്കളെ നിങ്ങൾ ഇന്നതേ പറയാവൂ, ഇന്നത് പറയരുത്, ഇന്ന ഹദീസാണ് സഹീഹ്, ഇന്നതാണ് ലഈഫ് എന്ന് ഒരൊറ്റ മീറ്റിംഗ് എങ്കിലും വിളിച്ചു പറഞ്ഞത് തെളിയിച്ചു തന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. നടന്നിട്ടില്ല. 10 കൊല്ലമായി മടവൂരികൾ തെറ്റിറങ്ങിയിട്ട്. പിന്നെ അത് ചെയ്ത് അവിടെ യോഗം കൂടി ഇവിടെ യോഗം കൂടി. നിങ്ങൾ ഇങ്ങനെ യോഗം കൂടിയിട്ട് കാര്യമുണ്ടോ? ചവിട്ടിൽ ഇരുമ്പറന്ന് അതിൻ്റെ ഉള്ളിൽ മാത്രമേ പുറത്തേക്കറിയോ? ആളുകൾക്ക് എന്തെത്തിച്ചു കൊടുത്തു? അവസാനപ്പോ ഒരു ബുക്ക് ഇറക്കി ഈ 3 സംഘം ചേർന്നിട്ട്. അതെന്തായി? പറ്റ അബദ്ധങ്ങൾ നിറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ പലരും ചൂണ്ടിക്കാണിക്കുന്നില്ല, അവിടെ ഇവിടെയും പറയാൻ നേരിട്ട് പറയുന്നില്ല. അപ്പൊ 38 പണ്ഡിതന്മാർ ഒപ്പിട്ടിട്ട് ഒരു പരാതി ആ പുസ്തകത്തെ കുറിച്ച് എഴുതി കൊടുത്തു. പക്ഷെ ആ പുസ്തകത്തിൽ ആ പരാതിയിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് പ്രവർത്തനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അതില് പരാതി കൊടുത്തോനെ വിളിച്ചു, കൊണ്ടേ കൊടുത്ത ആളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, വർത്താനമായി പല്ലടിച്ചു ചോദിക്കുന്നവരെ പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി. എന്തൊരു ധിക്കാരം ആലോചിച്ച് നോക്കൂ. ഷാഫി സലാഹി ചെങ്ങലീരിയെ വിളിച്ചിട്ട് ധിക്കാരപരമായി സംസാരിച്ചു. എന്നിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ വാതിലടിച്ചിട്ട് മിണ്ടിട്ടുണ്ടേക്കണ്ട പുറത്തു പോയിട്ടത്. തനിച്ച ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് പണക്കാര് പിന്നാലുണ്ടെന്ന് വിചാരിച്ചിട്ട് മുജാഹിദ് പ്രവർത്തകർ പേടിക്കുന്നു വിചാരിക്കണ്ടോ? പേടിക്കൂല. അത് കഴിഞ്ഞു. ഈ 38 ആളുകൾ പരാതി കൊടുത്തതിനെ പറ്റി ഈ ഷാഫി സലാഹിന്റെ ഉപ്പ അയാൾക്ക് ജാമ്യയിൽ ഇപ്പൊ വലിയ മുഹദ്ദിസാക്കി ഉയർത്തി വെച്ചിരിക്കുക. അയാളെ അംസാബാഖവി ചെങ്ങലീരിയൻ അയാൾ പറഞ്ഞെന്താ, 38 പോത്തുകൾ പരാതി കൊടുത്തു. ജമിയത്തുമ വിശദീകരണത്തിന് 2 സ്റ്റേജിൽ വെച്ച് അയാൾ പറഞ്ഞു. കണ്ണൂർ വെച്ച് പറഞ്ഞു, വയനാട് വെച്ച് പറഞ്ഞു. നിങ്ങൾ അങ്ങാടിയിൽ നിങ്ങൾ ആരും പരസ്പരം പോത്തെന്ന് വിളിക്കണ്ടപ്പോ ഒരു പണ്ഡിത സഭയുടെ ഇതിൽ വെച്ച് ഒരാൾ പറയാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞു 38 വിഡ്ഢികൾ. ആരാ വിഡ്ഢി? ഒന്നാമത്തെ അബ്ദുൽ സുല്ലമി ആമയൂർ, സുഖമില്ലാതെ കിടക്കാൻ അള്ളാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ സുഹൈർ ചുങ്കത്തറ, അബൂബക്കർ സലഫി, ഷമീർ മദീനി, നമ്മുടെ പ്രധാനപ്പെട്ട പ്രസംഗകരൊക്കെ ഒപ്പിട്ട ഒരു സാധനത്തില് പറയാണ് 38 പോത്തുകൾ. എന്താ ഇയാൾക്കൊക്കെ ഉള്ള പ്രേരണ? അതിലൊരു ഒന്ന് എന്റെ മകനാണ് ഒരു പോത്ത് അയാൾ പറയാ. അപ്പൊ സദസ്സെന്നാരോച്ചു അപ്പൊ നിങ്ങളോ? അപ്പൊ അത്ര വരെ തരം താഴ്ന്ന രൂപത്തിൽ സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, ഈ രണ്ടാമത്തത് എന്താണല്ലോ എന്റെ കുറ്റപത്രത്തിൽ? രണ്ടാമത്തത് JK സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അബ്ദുറഹ്മാൻ ഇരുവേറ്റ് എന്നിവരെ ജാമിയ സലഫിയിൽ വിളിച്ചു വരുത്തി ഉപദേശം നൽകി. ആയിക്കോട്ടെ. എന്നിട്ടോ ജമീല ടീച്ചറേയും KVയും ഉപദേശിച്ചു. അതെവിടെ? അതില്ല. അപ്പൊ ഞമ്മന്റെ ആളുകളാണ്. ജമീല ടീച്ചർ ഇപ്പൊ മടവൂരി ആയിപ്പോയി. കുറെ KNM ആദ്യം മടവൂരി, പിന്നെ KNM, പിന്നെ അങ്ങോട്ട് തന്നെ പോയി. ഇപ്പൊ രണ്ടും ഒന്നായതുകൊണ്ട് ഇനി പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഷബാബിന്റെ അതേ ഭാഷ ഇപ്പൊ വിചിന്തനത്തിലും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങള്, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. 2002 പിളർന്ന ഉടനെ മടവൂരികളെ ഷബാബിൽ വന്ന അതേ വാചകം. ആരാ എഴുതിയത്? TP അബ്ദുൽ ഖാദിന്റെ പ്രസ്താവന. ആരാണ് TP? കഴിഞ്ഞ പിളർപ്പിന്റെ കാലത്ത് മധ്യസ്ഥന്മാർക്ക് മടവൂരികൾ കൊടുത്ത പാനലിൽ അവരുടെ വൈസ് പ്രസിഡന്റ്, പിന്നെ മധ്യസ്ഥനായി, പിന്നെ പ്രസിഡന്റായി. 10 കൊല്ലം നമ്മളപ്പം നടന്നിട്ടില്ല. ഇയാൾ നന്നാവുന്ന വിചാരിച്ച് ഇയാളുടെ മടവൂരിസം മനസ്സിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ഒട്ടും മാറ്റമല്ല. അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചുകൊണ്ട് അനുവദിക്കും. ഏതാണ് അന്ധവിശ്വാസം? ഇക്കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ മടവൂരികളോട് ചോദിച്ചു ഏതാണ് അന്ധവിശ്വാസം? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു വിശ്വാസം അന്ധവിശ്വാസാവില്ല. തെളിയിക്കാൻ അവർക്ക് സാധിച്ചോ? സാധിച്ചില്ല. നമ്മളവർക്ക് വായിച്ചു കൊടുത്തു. ജിന്നുബാധയും സീറുബാധയൊക്കെ നിഷേധിക്കുന്നവർക്ക് 2008 അവർ തന്നെ പുറത്തിറക്കിയ KMOയുടെ ഫത്വകൾ, അത് 30കളുടെ മറ്റുള്ള ഫത്വകളാ നമ്മൾ വായിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ മരണം ഉണ്ടാകാം, സിഹ്ർ ബാധിക്കാം, ജിന്നുബാധ ഉണ്ടാകാം.
അങ്ങനെ നമുക്ക് തോന്നിയാൽ അതിന് ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമെന്ന് അക്കാലത്ത് അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുന്ന കാലത്ത് കെ.എം. മൗലവി പറഞ്ഞത് വായിച്ചു കൊടുത്തു. സിഹ്ർ ഫലിക്കുകയില്ല എന്ന വിശ്വാസം മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാണ് എന്ന് 1960-കളിൽ നമ്മൾ ഇറക്കിയ സൂറത്തുൽ ഫലത്തിന്റെ വ്യാഖ്യാനം നമ്മൾ വായിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ പഴയകാല ഗ്രന്ഥങ്ങളും അതുപോലെ ശബാബിൽ വന്നതും ആ സി.എം. മൗലവി ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായി. കെട്ടുകെട്ടി പോകേണ്ടി വന്നു. അപ്പോൾ അവർ കണ്ടെത്തിയ പണിയാണ് ചാരനെ നിയോഗിക്കുക. കാരണം കഴിഞ്ഞ 10 വർഷം മുജാഹിദ് പ്രസ്ഥാനം നേടിയ വളർച്ച, 2 സമ്മേളനങ്ങൾ, 2 സാൽവേഷനുകൾ, വിവിധ ക്യാമ്പയിനുകൾ, ദഅവാ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം തന്നെ ഉണ്ടായി. ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് കടന്നു, ഒരുപാട് മുസ്ലിയാക്കന്മാർ കടന്നു വന്നു. ഈ ഒരു മുന്നേറ്റം കണ്ട് പകച്ചു നിന്ന മടവൂരികൾ നേർക്കുനേരഞ്ഞ് നേരിടാൻ കഴിയൂല. ജിന്നും സീറും റോട്ടിലേക്ക് വലിച്ചിട്ട് നോക്കി, പക്ഷെ ക്ലച്ച് പിടിച്ചില്ല. അതിനവർ കണ്ടെത്തിയതാണ് ഒരു ചാരനെ നിയോഗിക്കുക. ആ ചാരനാണ് കെ.കെ.പി. അബ്ദുള്ള. എന്നിട്ട് മടവൂരികൾ ഉണ്ടാക്കിയ കട്ടുമുറിച്ച ക്ലിപ്പുകള് CD ആക്കിയിട്ട് തളിപ്പറമ്പ് ശാഖ, പിന്നെ മേഖല, പിന്നെ ജില്ല, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വരെ വെള്ളൂരിലുള്ള അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന കൗൺസിലർ ഡോക്ടർ മുഹമ്മദിന്റെ സഹായത്തോടു കൂടി അവിടെയൊക്കെ വിതരണം ചെയ്തു. ഞങ്ങൾ അറിയിച്ചു കൊടുത്തു സംസ്ഥാന പ്രസിഡന്റിന്. ഒരു നടപടി ഉണ്ടായില്ല. ആ കട്ടുമുറിച്ച ക്ലിപ്പുകൾ 40ഓളം പണ്ഡിതന്മാരെ കൊണ്ടുപോയി അവരെ വീട്ടിൽ പോയി കേൾപ്പിച്ചു, ലാപ്ടോപ്പിലിട്ട് കേൾപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാ? അബ്ദുറഹ്മാൻ സലഫിയാണ്. അതാരാ വെളിപ്പെടുത്തിയത്? കെ.കെ.പി. അബ്ദുള്ള തന്നെ പറയാം. 40 പണ്ഡിതന്മാർ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അത് ഏതാണ്ട് ക്ലച്ച് പിടിച്ചു എന്ന് കണ്ടപ്പോ ആ വിഷയം ഒന്നുകൂടി വിശാലാക്കിയിട്ട് ഒരു മഞ്ഞ പുസ്തകം ഇറക്കി. ആ പുസ്തകം പ്രചരിപ്പിച്ചു. ആ പുസ്തകത്തിന് 2ാം പതിപ്പ് ഇറക്കിയത് മടവൂരികളെ സമ്മേളനത്തിലാണ്. അതിന് അവതാരിക എഴുതിയത് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയാണ്. ശബാബ് 2 പേജിലാണ് ആ പുസ്തകത്തെ പ്രശംസിച്ചത്. ഇതൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ശരിയായ മടവൂരി ചാരന്മാരാണ് ഈ പ്രസ്ഥാനത്തെ വീണ്ടും ഒരു നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് അബ്ദുറഹ്മാൻ സലഫി. ഇതിപ്പോ പച്ചയായ യാഥാർത്ഥ്യമാണ്, സാധാരണക്കാർക്ക് പോലും അറിയുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മുടെ വിശദീകരണ യോഗത്തിന് ആളുകൾ വരുന്നതും കേൾക്കുന്നതും അതിന്റെ ഈ ബുക്ക് വിതരണം ചെയ്യുന്നതും കാസറ്റ് കൊടുക്കുന്നതും ഒക്കെ മുജാഹിദ് പ്രവർത്തകരാ. കാരണം അത്ര കാലം ക്ഷമിച്ചും സഹിച്ചും ഈ ഒരു പ്രസ്ഥാനത്തിനൊന്നും വരരുത് എന്ന് വിചാരിച്ച് ആളുകൾ ഇരിക്കുകയായിരുന്നു. പക്ഷെ ശിർക്കാരോപണം കൂടി വന്നപ്പോ ഇനി ഇരുന്നുകൂടാ, മുശ്രിക്കായി പോയി എന്ന് പറഞ്ഞാൽ പിന്നെന്ത് പ്രസ്ഥാന, പിന്നെന്ത് ആദർശ? നമുക്ക് ആദർശമല്ല, നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റുമോ? അതും സംഘടനാ വേദികൾ ഉപയോഗിച്ചിട്ട് പറയാ. ആ രീതിയിലാണ് സുഹൃത്തുക്കളെ ഇപ്പൊ എത്തിയത്. പിന്നെ 3ാമത് പറഞ്ഞിരിക്കുന്നത് മുജാഹിദ് സെന്ററിൽ വിളിച്ച് ഞങ്ങളെയൊക്കെ ശാസിച്ചു എന്നാണ്. ശാസിച്ചപ്പോ നമ്മൾ ചോദിച്ചു എന്തിനാ ശാസിക്കുന്നത്? ഇതുവരെയും പറഞ്ഞില്ല. അന്ന് ഞങ്ങളോട് മിണ്ടാൻ പാടില്ല, വാദപ്രതിവാദം പാടില്ല, നിങ്ങൾ ശാസിക്കുകയാണ്. ശാസിച്ച് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, കാരണം അബദ്ധം വല്ലതും പറ്റിയെങ്കിൽ തിരുത്തണമല്ലോ. എന്തിനാ ശാസിച്ചത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ എന്നിട്ടൊന്ന് കത്ത് കൊടുത്തു, എന്തിനാ ശാസിച്ചത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇസ്ലാഹ് മാസികയിൽ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു എന്നാണ് 4ാമതായി എന്റെ കുറ്റപത്രത്തിലുള്ളത്. ഞാൻ എഴുതിയത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത്. ഞാൻ എന്റെ മാനേജർ അല്ല, എഡിറ്റർ അല്ല, സബ് എഡിറ്റർ അല്ല, പത്രാധിപ സമിതിയുടെ അംഗം മാത്രമാണ് ഞാൻ. അത് എനിക്കാ കുറ്റം. പണ്ടൊരാളോട് കവിയോട് കുതിരയെ വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് വർണ്ണിച്ചപ്പോൾ അയാൾക്ക് വാക്കുകൾ തീർന്നു, ഒന്നും കിട്ടുന്നില്ല. അയാൾ എന്ത് ചെയ്തു? ഈ കുതിരനെ കൊണ്ടൊരു തെങ്ങുമ കിട്ടി. നിങ്ങൾ തെങ്ങിനോട് വർണ്ണിക്കൽ തുടങ്ങി. അപ്പൊ ആരോ നിങ്ങളെന്താ തെങ്ങിനെ വർണ്ണിക്കണേ? കുതിരനെ കെട്ടിയോ തെങ്ങുമല്ലേ? കുതിരയും തെങ്ങും ഒരു ബന്ധല്ലേ? അപ്പൊ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹും ഞാനായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിച്ചത്. എന്നാ ഇസ്ലാഹിലെ മറ്റാർക്കും ഹുസൈൻ സലഫി എന്റെ പത്രാധിപ സമിതിയിൽ അംഗ, മൂപ്പർക്ക് ഈ കുറ്റപത്രം കൊടുക്കണ്ടേ? എന്നെ പോലെ പത്രാധിപ സമിതിയിൽ അംഗ അയാളും. നിങ്ങൾ ആലോചിച്ച് നോക്കി, കരുവം പോയി അതിന്റെ എഡിറ്ററാ, അയാൾക്കൊരു കുറ്റപത്രമല്ല, എനിക്കാ കുറ്റപത്രം. അപ്പൊ ഇതൊക്കെ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില തട്ടിപ്പുകളാണ്. ആ കുറ്റപത്രം മുഴുവനും കൃത്രിമങ്ങളും തട്ടിപ്പുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് ശിർക്കൻ വാദമാണെന്ന് ഇപ്പൊ പറയുന്നു. പക്ഷേ 2007 മുതൽ 2011 വരെയും അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച് സംസാരിച്ചത് ആരാ? ഇവരാണ്. അപ്പൊ അവർക്ക് കുറ്റപത്രമൊന്നുമില്ലേ? അനസിനും അനീഫും അബ്ദുറഹ്മാൻ സലഫിക്കൊന്നും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 23 എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണത്തിന്റെ തിരക്ക് കഴിഞ്ഞാൽ അതിലെ തട്ടിപ്പ് കുതന്ത്രം വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ തന്നെ കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ കേട്ട് തിരിച്ചു പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സംശയങ്ങളുള്ളവർക്ക് എഴുതി തരാവുന്നതാണ്. സമയത്തിനനുസരിച്ച് മറുപടി പറയും. ഇൻഷാ അല്ലാഹ് ഇത് ഇന്നത്തോടെ തീരുന്നില്ല. ഇനിയും ഇതുപോലെ വിശദീകരണങ്ങൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും. 3 സംഘം ഇനിയും വരട്ടെ, കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനാണ്, പഠിക്കാം, മനസ്സിലാക്കാം. ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
السلام عليكم ورحمة الله. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وآله وصحابته أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയത്തിന്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. 23 തവണയോളം താക്കീത് നൽകിയിട്ടും ധിക്കാരപരമായി സംഘടനയെ വകവെക്കാതെ അനുസരണക്കേട് കാണിച്ച ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഇവിടെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് തികച്ചും തെറ്റായ ഒരു പ്രചാരണമാണ്. വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനുമെതിരായി ഏതൊരു തെറ്റ് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താൻ യാതൊരു മടിയുമുള്ള ആളല്ല ഞാൻ. എനിക്ക് നൽകിയ വിശദീകരണ കത്തിൽ നിങ്ങളിൽ നിന്നും പലതവണയായി വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും പലതവണ ശാസിക്കുകയും ചെയ്തു എന്ന് എഴുതിയപ്പോൾ ഞാൻ എന്റെ മറുപടിയിൽ പറഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ തവണ പോലും ഈ ആയത്തിനെതിരാണ് നീ പറഞ്ഞത്, ഇന്ന ഹദീസിനെതിരാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയോ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ തിരുത്താതിരിക്കുകയോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം മാത്രമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം 2007 ഏപ്രിൽ മാസം ഇസ്ലാഹി മാസികയിൽ വന്നതാണ്. എനിക്കതിനുള്ള കുറ്റപത്രത്തിൽ ഞാൻ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഞാനല്ല അത് എഴുതിയത്. എഴുതി അച്ചടിച്ചു വന്ന് വിവാദമായപ്പോഴാണ് ഞാനത് കാണുന്നത്. പിന്നെ അതിൽ ശിർക്കുണ്ടെന്ന് അന്നും ഇന്നും എനിക്ക് ബോധ്യമായിട്ടില്ല, ആരും എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുമില്ല. കേരള ജമിയത്തുലുലമക്കും അതിൽ ശിർക്കുണ്ടെന്ന് എനിക്കോ അബ്ദുൽ ജബ്ബാർ മൗലവിക്കോ ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ശിർക്കില്ല എന്ന് 2012 വരെയും 2011 ലാസ്റ്റ് വരെയും നമ്മൾ എല്ലാവരും പറയുകയും എല്ലാവരും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത ക്ലിപ്പുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. 2012 വരെയും ശിർക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു നടന്ന കാര്യം ഹുസൈൻ മടവൂരിന്റെ കൂടെ പോയ ഭിന്നിച്ച വിഭാഗം നമ്മളെ കുറിച്ച് ശിർക്ക് ആരോപിക്കാൻ 2007 മുതൽ അത് ആയുധമാക്കിയപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി മറുപടി കൊടുത്തു, അതിലെവിടെ ശിർക്ക്, അതിൽ പ്രാർത്ഥന എവിടെ എന്ന്. ഇന്ന് അതേ ആളുകൾ തന്നെ, അന്ന് ശിർക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ മടവൂരികളുടെ അതേ ഭാഷ കടമെടുത്തുകൊണ്ട് ജിന്നൂരി എന്നും നവയാഥാസികൻ എന്നും ഒക്കെ നമ്മളെ പേരിട്ട് വിളിച്ചുകൊണ്ട് അതിൽ ശിർക്കുണ്ട്, ശിർക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്ന തികച്ചും ധിക്കാരപരവും പരിഹാസ്യവുമായ ഒരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ നീങ്ങിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് എഴുതിയ ആ കാര്യം കഴിഞ്ഞ ഹദീസ് സെമിനാറിൽ ചേറൂരും കൂട്ടരും ഞങ്ങളൊക്കെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരാണ് എന്ന് വാദിച്ചപ്പോൾ, തെളിവ് ചോദിച്ചപ്പോൾ വായിച്ചത് ഇസ്ലാഹി മാസികയാണ്. തിരിച്ചു ഞാൻ ചോദിച്ചു, അതിലെവിടെ ശിർക്ക്? പിന്നീട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തതും മറ്റും ഞാൻ പറഞ്ഞു. എനിക്കെതിരിൽ കള്ളക്ലിപ്പുകൾ കൊണ്ട് ആരിസും കൂട്ടരും കൊണ്ടു നടക്കുന്ന CD-യിൽ കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ഞാനാ പറഞ്ഞതാണ് എനിക്കെതിരെ ശിർക്കാരോപിക്കാനുള്ള വലിയ തെളിവായി ഇവർ കൊണ്ടു നടക്കുന്നത്. എന്നാൽ അതിന്റെ എത്രയോ മുമ്പ് തന്നെ അതിനുശേഷവും അതിനെ ന്യായീകരിക്കുകയും അതിൽ ശിർക്കില്ലെന്ന് പറയുകയും ചെയ്ത അനസ് മുസ്ലിയാരുടെയും അബ്ദുറഹ്മാൻ സലഫിയുടെയും അതുപോലെ ഹനീഫ് കായപ്പടിയുടെയും ഒക്കെ ക്ലിപ്പുകൾ ധാരാളമായി നമ്മുടെ മുമ്പിലുണ്ട്. MT വിഷൻ പുറത്തിറക്കിയ 4ാമത്തെ ഡോക്യുമെന്ററി നിങ്ങൾ കണ്ടു കാണും. മൂവാറ്റുപുഴയിൽ വെച്ച് ജൂൺ 28 നടന്ന സംവാദത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് ആദ്യമായി ഹനീഫ് കായപ്പടി പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്ന് ഇമാം നവവി അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇമാം നവവിയിൽ ശിർക്ക് വന്നാലും ഞങ്ങളത് തുറന്നു പറയും എന്നായി. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ സലഫി നേതാവെന്ന് പറയുന്ന ഇമാം ഷൗക്കാനി ഇതിൽ യാതൊരു തെറ്റുമില്ല, കണ്ണിൽ കാണാത്തവരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിക്കാൻ ഈ ഹദീസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഷൗക്കാനി പറഞ്ഞാലും ശിർക്ക് തന്നെ. ആ വാദം യഥാർത്ഥത്തിൽ എവിടേക്കാണ് എത്തുക?
ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഒട്ടനവധി സലഫി പണ്ഡിതന്മാരുടെ മേലും മുസ്ലിം ലോകം ഒന്നിച്ചാദരിക്കുന്ന ഇമാമുകളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയിലേക്കാണ് അതെത്തുക. വാസ്തവത്തിൽ ആ ഇമാമിങ്ങൾ ചെയ്തതൊന്നും മാതൃകയാക്കണം എന്നർത്ഥത്തിലല്ല നമ്മളത് പറയുന്നത്. കാരണം ഹദീസ് ദുർബലമാണ്. ദുർബലമായ ഒരു ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് അന്നും ഇന്നും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ഹദീസ് സെമിനാറിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ആ ഹദീസ് ദുർബലമാണ്. ദുർബലമായ ഒരു ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രബലമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ പ്രവർത്തിച്ചതാണ്. പക്ഷേ സഹീഹാണെങ്കിൽ പോലും ആ വിളിയിൽ പ്രാർത്ഥനയില്ല, അതിനാൽ ശിർക്കുമില്ല. ഇതാണ് ഇത്രയും കാലം നാം ജനങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അതാണ് എന്റെ പേരിലുള്ള കുറ്റപത്രമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, എനിക്കെതിരിൽ 6 കൊല്ലമായി ഞാൻ ഈ ശിർക്കൻ വാദത്തിലാണെന്നും അത് തിരുത്താനായി 6 കൊല്ലമായി തുടർച്ചയായി പരിശ്രമിച്ചിട്ടും ഞാൻ ശിർക്കൻ വാദത്തിൽ ഉറച്ചു നിന്നു എന്നുമാണ് 23 നടപടിക്രമത്തിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, 2011 മാത്രമാണ് കുറ്റപത്രത്തിൽ ഈ വിഷയം കടന്നു വരുന്നത്. അത് തന്നെ റുഖിയ ശർഈയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് 2011 അവസാനത്തിൽ ഡിസംബറിൽ നടന്ന ദൗറയും 2012 ഫെബ്രുവരിയിൽ നടന്ന KJUവിന്റെ തീരുമാനത്തോടും കൂടിയാണ് ഇത് ശിർക്കാണെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പൊ 2012 ഫെബ്രുവരിക്ക് മുമ്പ് ഞാൻ പറഞ്ഞതൊന്നും 2012 ഫെബ്രുവരിയിൽ ഉണ്ടായ തീരുമാനത്തെ എതിരാണെന്ന് പറഞ്ഞത് അർത്ഥമില്ല. തീരുമാനം ഉണ്ടാകുന്ന മുമ്പ് എല്ലാവരും പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അവര് പറയുന്നത് 2012 മാറ്റണമെന്ന്. അതിന് മാറ്റാൻ ഞാൻ തയ്യാറായില്ല. അതാണ് എനിക്കെതിലുള്ള ആക്ഷേപമായി എടുത്തു പറയുന്നത്. പിന്നെ അമാനി മൗലവിയുടെ പുസ്തകം ഇറക്കാൻ KNMനോട് പറഞ്ഞു. ജിന്നും മനുഷ്യനും എന്ന പുസ്തകം, അത് എനിക്കെതിരെ കുറ്റപത്രത്തിൽ 1 നമ്പറാണ്. 23 ഒന്നതാണ്. അത് എന്റെ കുറ്റപത്രത്തിൽ എന്താ ബന്ധം? അതുപോലെ KNM പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും പ്രബന്ധങ്ങൾ പരിശോധിച്ച് KNM സർക്കുലർ ഇറക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, ഞാൻ പ്രബന്ധം കൊടുത്തു, അനസും അനീഫി അവരും പ്രബന്ധം കൊടുത്തു. 2 പ്രബന്ധവും പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞത്? എന്നെ വേറെ വിളിച്ചു, അവരെ വേറെ വിളിച്ചു. എന്നോട് പറഞ്ഞത് സക്കരിയാന്റെ പ്രബന്ധം ഞങ്ങൾ വായിച്ചു, പഠിച്ചു. വെറുതെ എന്തെങ്കിലും പറയല്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊരു പ്രബോധന വിഷയമായി കൊണ്ടു നടക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞ പ്രബോധന വിഷയമാക്കില്ല, നിങ്ങളുടെ മുമ്പേ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. അതെ, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കാമല്ലോ. അതിൽ പറഞ്ഞ വിഷയത്തെ പറ്റി ചർച്ചയുണ്ടായിട്ടില്ല. ആകെ ഒരു ചർച്ചാ വിഷയം ഞാൻ എടുത്തിട്ടപ്പോ AP പറഞ്ഞു, നീ എന്താ ഞങ്ങളോട് വാദപ്പുകയെ നിർത്താൻ വന്നിക്ക? ഞങ്ങൾ 4 ആളുണ്ട്, നീ ഒറ്റക്കാണ്. അപ്പൊ ഞാൻ പിന്നെ മുതിർന്ന ആളുകളാണ്, നമ്മുടെ പ്രായം ചെന്ന നേതാക്കൾ, ഞാൻ തർക്കിക്കാൻ നിന്നില്ല. ചായ കുടിച്ച് ലോകത്തിൽ തന്നെ. അപ്പൊ അതിലിടക്ക് ഒരു കാര്യം പറഞ്ഞു TP സക്കരിയ, നിന്റെ പ്രബന്ധത്തില് ഖുർആനെ കൈയൊഴിക്കുന്ന ആയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. വഖാല റസൂൽ ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നാളെ പരലോകത്ത് വെച്ച് റസൂൽ പറയും, എന്റെ ഈ ഉമ്മത്ത് ഖുർആൻ ഒഴിച്ചിടപ്പെട്ടതാക്കിയല്ലോ. അപ്പൊ ഒഴിച്ചിടൽ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഖുർആനെ പഠിക്കാതിരിക്കുക,